അന്ന് രാത്രിയിലാണ് നബിതങ്ങൾ വരുന്നത്. ഒരുപാട് താമസിച്ചിട്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് താമസിച്ചിട്ടാണ് നബിതങ്ങൾ വന്നത്. അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞു, നബിയേ ഫാത്തിമ വന്നിരുന്നു നബിയേ, വലിയ സങ്കടത്തിലാണ് നബിയേ, ഫാത്തിമയുടെ കൈ രണ്ടും പൊട്ടിയിട്ടുണ്ട് നബിയേ. ഫാത്തിമയെ കുറിച്ച് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് വിശദീകരിക്കുമ്പോ കരളിന്റെ കഷ്ടമായ പൊന്നാര നബിതങ്ങളെ സ്നേഹിച്ചിരുന്ന ഫാത്തിമ, നബിതങ്ങൾക്ക് സമാധാനം കിട്ടിയില്ലടോ. ആ രാത്രിയിൽ തന്നെ നബിതങ്ങളെ ഇറങ്ങുകയാണ്, എനിക്കെന്റെ പൊന്നുമോളെ കാണണം, എനിക്കെന്റെ പൊന്നുമോളെ കാണണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഫാത്തിമ ബീബിയുടെ വീട്ടിലേക്ക് പാതിരാത്രിയിൽ കടന്നു ചെല്ലുകയാണ്. നബിതങ്ങൾ സലാം പറഞ്ഞു. വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ രണ്ടുപേരും കിടക്കുകയായിരുന്നു. പെട്ടെന്ന് ചാടി എഴുന്നേക്കാൻ നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇരിക്കു ഫാത്തിമ, ഇരിക്കലിയേ. രണ്ടുപേരെയും പിടിച്ചിരുത്തുകയാണ്. അവരുടെ മുമ്പിൽ അവരുടെ മധ്യഭാഗത്ത് നബിതങ്ങൾ ഇരുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീബിയുടെ കൈ പിടിച്ചു നോക്കുകയാ. ജോലി ചെയ്ത് കൈയൊക്കെ പൊട്ടിയിരിക്കുന്ന പൊന്നാര മകളെ കൈ പിടിച്ചിട്ട് പ്രവാചകൻ തയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് തലോടുകയാണ്. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? പെൺമക്കളുള്ള പിതാക്കന്മാരെ, നിങ്ങൾക്ക് വേണ്ട ഒരു സ്വഭാവം ഇതാണ്. പെൺകുട്ടികളുള്ള പിതാക്കന്മാര് പഠിക്കേണ്ട ഒരു പാഠമാണ്. ഒരു വാപ്പ എങ്ങനെയാകണം, ഒരു വാപ്പ എങ്ങനെയാകണം. നിന്നെ പോലെ നിന്റെ മരുമകന് സമ്പത്തുണ്ടാകണമെന്നില്ല, സൗകര്യമുണ്ടാകണമെന്നില്ല, കൊട്ടാരം പോലെയുള്ള വീടുണ്ടാകണമെന്നില്ല. പാവപ്പെട്ടവനാകാ, കഷ്ടപ്പെട്ട് ജീവിക്കുന്നവനാകാ. പടച്ചവനെ, ആ പാവപ്പെട്ടവന്റെ വീട്ടിലെ പ്രയാസങ്ങളെ കുറിച്ച് പൊന്നാര മകള് സങ്കടം പറഞ്ഞ എന്ത് ചെയ്യണമെന്ന് നബിതങ്ങള് പഠിപ്പിക്കുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഫാത്തിമ, ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ഒരു പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയുമോ ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ഒരു പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്ന് നിനക്കറിയുമോ ഫാത്തിമ? ഇല്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, പടച്ചവനെ വാപ്പാ, നീ നിന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുക്കണേ, നിന്റെ പെൺമക്കളോട് നീ പറഞ്ഞു കൊടുക്കണേ. നിന്റെ പെൺമക്കള് വീട്ടുജോലിയുടെ കാര്യങ്ങൾ നിന്റെ അടുക്കൽ പറഞ്ഞ് കരയുമ്പോ പറഞ്ഞു കൊടുക്കേണ്ട ഒരു നന്മയാണ്. അല്ലാഹുവേ, കൊട്ടുകാടിന്റെ പരിസരത്തുള്ള ഉമ്മമാരെ, ഭർത്താവിന്റെ വീടിന്റെ അടുക്കളയ്ക്കകത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന പെങ്ങള്, സങ്കടപ്പെടുന്ന പെങ്ങള്, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? ആ അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് പുക കൊള്ളുന്നവളല്ല, ചൂടനുഭവിക്കുന്നവളല്ല പെങ്ങളെ. നട്ടുച്ച സമയത്ത് ആ തീയുടെ ചുവട്ടിൽ കിടന്ന് ജോലി ചെയ്യുമ്പോ നിന്റെ ശരീരം വിയർക്കുമല്ലോ. വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ചുരിദാറിന്റെ ഉള്ളിലൂടെ ഒഴുകുമല്ലോ പെങ്ങളെ. വല്ലാത്ത ചൂടല്ലേ, വല്ലാത്ത പ്രയാസമല്ലേ. എങ്കിലാ വിയർപ്പ് തുള്ളി നിനക്ക് നഷ്ടമാകില്ല. ആ അടുക്കളയിൽ കിടന്നിട്ട് അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് ഒരു പെണ്ണ് തന്റെ ഭർത്താവിനക്കും മക്കൾക്കും ഭക്ഷണം വെക്കുമ്പോ ഒരു തുള്ളി വിയർപ്പ് നിന്റെ ശരീരത്തിൽ
നിന്ന് താഴെ വീണ വഖൂദുഹന്നാസു വൽഹിജാറ, മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന പടച്ച റബ്ബിന്റെ നരകമുണ്ടല്ലോ, 3000 കൊല്ലം കത്തിച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ തീയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാറുള്ള വഴിയാ പെങ്ങളെ. ആ അടുപ്പിന്റെ ചുവട്ടിൽ കടന്ന് തീ കൊള്ളുന്ന ഉമ്മ, അത് വെറുതെയാകില്ല, അത് വെറുതെയാകില്ല. അത് നിനക്ക് നരകമോചനം കിട്ടാറുള്ള ഒരു നന്മയാണ്, ഒരു കാരണമാണ്. പെങ്ങളെ, എന്ത് ചെയ്താലും പരാതി പറയുന്നവരുണ്ടല്ലോ. ഭർത്താവിന്റെ തുണി കഴുകിയാൽ, വീട് തൂത്താൽ, മക്കളെ നോക്കിയാൽ, ഗർഭം ചുമന്നാൽ, പാല് കൊടുത്താൽ, എല്ലാത്തിനും സങ്കടം പറയുന്ന പെണ്ണെ. ഒരു പെണ്ണതാ പ്രസവിക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോയാൽ, ഒരു പെണ്ണ് പ്രസവത്തിന്റെ വേളയിൽ മരണപ്പെട്ടു പോയാ അവൾക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ തന്റെ പൊന്നാര മക്കൾക്ക് പാല് കൊടുക്കുന്ന ഉമ്മ, നിനക്ക് ജിഹാദിന്റെ കൂലിയാ. എന്ത് ചെയ്താലും പ്രതിഫലമാണോ? പക്ഷേ ഇന്ന് സമുദായത്തിനറിയില്ല കുടുംബജീവിതത്തിന്റെ വില എന്താണെന്ന്, കുടുംബജീവിതത്തിന്റെ മഹത്വം എന്താണെന്ന്. തമ്മി തല്ലാനേ അറിയൂ, പരസ്പരം കേസ് കൊടുക്കാനേ അറിയൂ, കണ്ടാ മുഖം തിരിച്ച് നടക്കാനേ അറിയൂ. വാപ്പാ, ഇന്ന് വാഴ്ത് കഴിഞ്ഞിവിടന്ന് ഇറങ്ങി പോകുമ്പോ പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുന്ന നിന്റെ ഭാര്യയുണ്ടല്ലോ, ഗ്ലാമറൊക്കെ നഷ്ടപ്പെട്ടു പോയി, മുടിയൊക്കെ നരച്ചു പോയി, 50ഉം 60ഉം വയസ്സായില്ലേ. നിനക്കറിയുമോ, വാഴ്ന്നു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ നീ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ, നീ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാ, ആ പിടിച്ച കൈകളുടെ വിരലുകൾക്കിടയിലൂടെ അല്ലാഹു നിങ്ങളുടെ പാപം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാടാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും ഇന്ന് വഴുത് കഴിഞ്ഞ് പോകുമ്പോ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിക്കാൻ പറ്റുമോ? നീ വേറൊന്നും വേണ്ട, ആ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ ആ കൈ വിരലുകൾക്കിടയിലൂടെ അല്ലാഹു നിങ്ങളുടെ 2 പേരുടെയും പാപം പുറത്തു തരുമെന്ന് നബിയന റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കണം. നീ കണ്ടവന്റെ ഭാര്യയെ നോക്കി ചിരിക്കും, എന്നാലും നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കൂല. റോഡെ വരുന്നവനെ പോകുന്നവനെ എല്ലാവർക്കും പുഞ്ചിരി, വീട്ടിൽ പോകുമ്പോഴോ കടന്തൽ കുത്തിയതുപോലെ. അല്ലാഹു കാക്കുമാറാകട്ടെ, ആമീൻ പറ. അല്ലാഹു കാക്കുമാറാകട്ടെ. വാപ്പ എങ്ങനെ ആകണം? കുടുംബജീവിതത്തിൽ വഴക്കും ബഹളും അടിയൊക്കെ ഉണ്ടാകും. മകൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയും, ഭർത്താവിന്റെ വീട്ടിൽ പ്രയാസം, മോളെ എല്ലാം ഭാര്യ കെട്ടിക്കോ, അതോ വണ്ടി വരുന്നുണ്ട് കയറിക്കോ. അത് ആണത്തോ ആണെന്നാ വിചാരിക്കുന്നേ? അല്ല. ഒരു വാപ്പയുടെ സ്ഥാനത്ത് നിൽക്കണം, മക്കളോട് പറഞ്ഞു കൊടുക്കണം. ഇന്ന് കുടുംബജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാ. തലാഖ് പരസ്പരം യത്തീമായി പോകുന്നു. എത്രയോ മക്കൾ, എത്രയോ പെണ്ണുങ്ങൾ വിധവകളായി പോകുന്നു. എന്തിന്റെ പേരിലാ? വാശിയടോ എല്ലാത്തിനും. എടോ, ഭാര്യക്കും ഭർത്താവിനും ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഈ കുടുംബക്കാര് സമ്മതിക്കൂല. അല്ലാഹു കാക്കുമാറാകട്ടെ. ഭാര്യക്കും ഭർത്താവിനും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പെണ്ണിന്റെ വാപ്പ, പെണ്ണിന്റെ ഉമ്മ, പയ്യന്റെ ഉമ്മ, വാശി എല്ലാത്തിനും. അവരുടെ വാശിയുടെ മുമ്പിലാണ് ആ പാവങ്ങൾ മരിച്ചു പോകുന്നു. ഭീഷണിപ്പെടുത്തുന്നില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവർ, ഉസ്താദന്മാരൊക്കെ എത്ര അനുഭവങ്ങളാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം തന്നെ. ഞാൻ സാധാരണ ഇങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും ഇരിക്കാത്ത ആളാ. അവസാനം നോക്കുമ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദ് ഇന്നൊരു മസ്ലഹത്തുണ്ടിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരു ഭാര്യയും പറഞ്ഞു, കാരണമൊന്നും വേണ്ടടോ. ഡോ, ഈ അടുത്ത് ഒരു പെണ്ണ് കുളിക്കാൻ പോയി. ഒരു പെണ്ണ് കുളിക്കാൻ പോയപ്പോ എന്നും ഇവളൊരു സോപ്പ് കൊണ്ടുപോയി കുളിക്കും. കുളി കഴിഞ്ഞിട്ട് ഈ സോപ്പ് കൊണ്ടുവന്ന് റൂമിൽ വെക്കും, ബാത്റൂമിൽ വെക്കില്ല. സ്ഥിരമായിട്ട് ആ കുട്ടി അങ്ങനെ. കാരണം ചില കുട്ടികൾ എന്താ, എൻ്റെ സോപ്പ് വേറെ ആരും ഉപയോഗിക്കണ്ട എന്നുള്ളതിൽ. പക്ഷെ ഇങ്ങനെ സോപ്പുമായിട്ട് തിരിച്ചു വരുന്നത് ഭർത്താവിന്റെ സഹോദരി കണ്ടു. പടച്ചവനെ, അത് കാരണം ആ ബന്ധം പോയി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു സോപ്പ് കാരണം കുടുംബജീവിതം പിരിഞ്ഞടോ. എടുത്ത് എൻ്റെ വഴുത് കേൾക്കാൻ വരുന്ന കൊണ്ടോട്ടിയിലുള്ളൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ, എൻ്റെ ഭാര്യയുടെ സഹോദരൻ്റെ കല്യാണം വരണമെന്ന്. ഞാൻ പോകാൻ പറ്റിയില്ല. കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ കണ്ടപ്പം പറഞ്ഞു, എടാ, നിന്റെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല കേട്ടോ, തിരക്കായി പോയി. ഉസ്താദെ, അതൊക്കെ എല്ലാം കഴിഞ്ഞെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, 1ാമത്തെ ബർത്ത്ഡേക്ക് ഇവൻ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ല, അവളുടെ പണി നോക്കി പോയി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാത്തത് കാരണം പോയടോ. ഇതവസ്ഥ.
ഞാൻ പള്ളിയിൽ ഇരിക്കുമ്പോൾ പറഞ്ഞു, ഉസ്താദെ ലാസ്റ്റ് ചർച്ചയാ, രണ്ടുപേരും കൊടുത്തതൊക്കെ തിരിച്ചു വാങ്ങാനുള്ള എഴുത്തുകുത്തൽ നടക്കാൻ പോകാം, ഒന്ന് വരാൻ പറഞ്ഞു. കഷ്ടകാലത്ത് ഞാൻ അവിടെ പോയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചെല്ലുമ്പോൾ 40ഓളം 35 പേരുണ്ട്, 2 ഫാമിലിയിൽ നിന്നും. എന്നാ ബഹളമെന്നറിയോ? അപ്പൊ എന്നോട് ചോദിച്ചു, ഉസ്താദ് എന്താ ഒന്നും മിണ്ടാത്തേന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ആരോടും സംസാരിക്കണ്ട, ഈ പയ്യനോടും പെണ്ണിനോടും ഒരു 5 മിനിറ്റ് സംസാരിക്കണം, അത് പറ്റൂല എന്നാ പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. അവസാനം പെണ്ണിന്റെ വീട്ടുകാർ പറഞ്ഞു പറ്റൂല. അപ്പൊ പയ്യന്റെ വീട്ടുകാരെന്റെ കൂടെ കൂടി, ഉസ്താദിന് എന്താ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അവര് സംസാരിക്കാൻ അനുവാദം തന്നു. അവസാനം ഈ പെണ്ണിനെയും പയ്യനെയും വിളിച്ചുകൊണ്ട് മദ്രസയുടെ മുകളിൽ പോയി ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നമെന്ന്. ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാനങ്ങോട്ട് ചോദിച്ചത് മാത്രമേ ഉള്ളൂ, പടച്ചവനെ ഇടിയാണോ കാറ്റാണോ മിന്നലാണെന്ന് അറിയില്ല. അങ്ങോട്ട് തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ഒരു ഉസ്താദാണ് മുമ്പിൽ ഇരിക്കുന്നത് പോലും അവർ പരിഗണിച്ചില്ല. ഞാൻ മിണ്ടാതെ ഇരുന്നു, എന്തായാലും കത്തി തീരട്ടെ എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 10-20 മിനിറ്റ് നേരം ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അതിനിടയിൽ അടിയൊക്കെ നടന്നു. പടച്ചവനെ, എല്ലാം കഴിഞ്ഞ് കാറ്റും മഴയും കഴിഞ്ഞ പോലെ രണ്ടുപേരും ശാന്തമായി. ഞാൻ ചോദിച്ചു, എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, നിങ്ങൾക്ക് രണ്ടുപേർക്കൂടെ ഇനിയൊരു അവസരം കൊടുത്തുകൂടെ? ഇവളുടെ കൂടെ കൊന്നാലും ഞാൻ ജീവിക്കൊരു ഉസ്താദേ. രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയായി. അവസാനം എന്തു പറഞ്ഞാലും ഇവർ രണ്ടുപേരും പിരിയാൻ തന്നെ തീരുമാനിച്ചു. ഇവർക്കൊരു ചെറിയ മകനുണ്ട്. ഞാൻ ഇറങ്ങാൻ സമയമായപ്പോൾ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഈ റൂമിന്റെ വെളിയിൽ നിന്ന് താഴെ ചെന്നാൽ നിങ്ങൾ രണ്ടുപേരും പിരിയുകയാ. ഇനി ഒരിക്കലും നിങ്ങൾക്ക് പൊരുത്തം ചോദിക്കാൻ അവസരമില്ല. അതുകൊണ്ട് പിരിയുന്നതിന് മുമ്പ് രണ്ടുപേരും കുറെ കാലം ജീവിച്ചതല്ലേ, പല പോരായ്മകളും വന്നുപോയിട്ടുണ്ടാകാം, നിങ്ങളൊന്ന് പൊരുത്തം ചോദിച്ചിട്ട് പിരിയാൻ പറഞ്ഞു. ഞാൻ ഇവരോട് പറഞ്ഞു, ഞാൻ പുറത്തിറങ്ങാൻ, നിങ്ങൾ പൊരുത്തം ചോദിച്ചോളാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, റൂമിന്റെ വെളിയിൽ ഇറങ്ങി കുറച്ചു കഴിഞ്ഞ് കയറി വന്നപ്പോൾ കെട്ടിപ്പിടിച്ചുകൊണ്ടെന്ന് കരഞ്ഞിട്ട് പറയാ, ഞങ്ങളെ പിരിപ്പിക്കരുത്, ഞങ്ങൾക്ക് ജീവിക്കണമെന്ന്. ഞാൻ അവർക്ക് കൊടുത്ത ഒരു ഉപദേശമുണ്ട്, ഇതിലേ ഇറങ്ങി ബൈക്ക് എടുത്തിട്ട് എവിടെയെങ്കിലും പോയി വല്ല വാടക വീടോ ലോഡ്ജോ എടുത്ത് താമസിക്ക്, വീട്ടിൽ മാത്രം പോകരുത്. അള്ളാഹുവിന്റെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അവർ രണ്ടുപേരും ഇറങ്ങിപ്പോയി. അപ്പോഴും താഴെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാ. ഇതാടോ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മകളോട് പറഞ്ഞു കൊടുക്കുക, ഭർത്താവിന്റെ വീട്ടിലെ ജോലിയുടെ പ്രയാസങ്ങളെ കുറിച്ച് സങ്കടം പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകനതാ അവിടുന്ന് ഓരോന്നായി പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, അടിമയെ വേണമെന്ന് പറഞ്ഞല്ലോ, അടിമയെ വേണമെന്ന് പറഞ്ഞല്ലോ ഫാത്തിമ. ആ അടിമയെ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് പ്രയോജനമുള്ള ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ? എനിക്ക് വീട്ടിൽ ജോലി ചെയ്യാൻ ഒരടിമയെ വേണമെന്നല്ലേ നീ ചോദിച്ചത്? അതിനേക്കാളും നിനക്ക് നന്മ കിട്ടുന്ന, അതിനേക്കാളും പ്രയോജനം ചെയ്യുന്ന ഒരു നല്ല കാര്യം നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ പറഞ്ഞു താ ബാപ്പാ. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ഫാത്തിമ, ഉറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ 3 ദിക്ർ നീ പറയണേ ഫാത്തിമ. ഇത് അടിമയെ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് ആഖിറത്തിൽ പ്രയോജനമുള്ളതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നന്മ പറഞ്ഞു കൊടുക്കുകയാണ്. ഫാത്തിമ പറയുകയാ, മരിക്കുന്ന ദിവസം ഞാനത് പറഞ്ഞിട്ടാണ് മരിച്ചത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകള് പറയുകയാണ്, എന്റെ പിതാവെന്ന് രാത്രിയിൽ പറഞ്ഞു തന്ന ഒരു നന്മയുണ്ടല്ലോ, പടച്ചവനെ, ഞാൻ മരിക്കുന്ന ദിവസം വരെ പറയുമായിരുന്നു. അലിയാര് തങ്ങൾ പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ അവിടെന്ന് പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. ഞാൻ
ഞാനും അങ്ങനെ തന്നെയാണ്. അന്ന് രാത്രി നബി തങ്ങൾ പറഞ്ഞു സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഈ ദിക്ർ പറയണേ എന്ന് അന്ന് രാത്രിയിൽ എൻ്റെ മുത്തുനബി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് മരിക്കുന്ന കാലം വരെ ഞാനും മുടക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമുക്കുമൊന്ന് നന്മ ചെയ്യാം, നമുക്കുമൊന്ന് മത്സരിക്കാമടോ. ഞാൻ നിങ്ങൾക്കൊരു നന്മ പറഞ്ഞു തരാ, ചെയ്യാൻ കഴിയുമോ? ചെയ്യാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, 4 കാര്യം ചെയ്യാതെ ഉറങ്ങല്ലേ. 4 കാര്യം ചെയ്യാതെ ഉറങ്ങരുത്. 4 കാര്യം ചെയ്യാതെ ഉറങ്ങരുത്. ഒരുപാട് കഷ്ടപ്പാടുള്ള കാര്യമല്ല, ഉറക്ക വഴിയേണ്ട കാര്യമല്ല, പൈസ ചെലവുള്ള കാര്യമല്ല. പടച്ചവനെ നമുക്ക് അതാ കിടക്കുന്നതിന് വേണ്ടി അതാ കിടപ്പറയിലേക്ക് കടന്നു ചെന്നു. ആ ബെഡിലിരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന 4 കാര്യം പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ള മനസ്സാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, മരിക്കുന്ന കാലം വരെ ചെയ്യാൻ ഞാൻ പറയുന്നില്ല, എല്ലാ ദിവസവും ചെയ്യാൻ പറയുന്നില്ല. ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? ഇന്നൊരു രാത്രിയെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയണം. ഇത് ചെയ്യാതെ ഉറങ്ങരുത്. റബ്ബേ, അതിനുള്ള ഈമാൻ നൽകണേ അല്ലാഹ്.